ഗ്രീൻ എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. അഗ്രികൾച്ചറൽ ഫിനാൻസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സോഴ്സസ് എന്നത് ബാങ്കിങ് സിലബസിൻ്റെ ഭാഗമാണ്. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ബാങ്കിങ് സിലബസിലെ 8th മൊഡ്യൂളിൽ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് എന്ന മൊഡ്യൂളിൽ ഉള്ളൊരു ഭാഗമാണിത്. ഇതിൻ്റെ ഭാഗമായ കിസാൻ ക്രെഡിറ്റ് കാർഡ് മറ്റൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഈ ടോപ്പിക് ഓപ്റ്റ് ചെയ്തത്. ഇതിൻ്റെ ബാക്കി ഇനിയും ഉണ്ട്. മൈക്രോ ഫിനാൻസ്, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ഒക്കെ ഇതിൻ്റെ പിറകെ വരുന്നുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അഗ്രികൾച്ചറൽ ഫിനാൻസ് 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, മറ്റൊന്ന് അഗ്രികൾച്ചർ ഫിനാൻസിൻ്റെ സോഴ്സ്. 2 ഭാഗമായിട്ടാണ് ഈ വീഡിയോ മുന്നോട്ട് പോവുക. അതിൽ ആദ്യത്തെ ഏരിയയാണ് അഗ്രികൾച്ചറൽ ഫിനാൻസ് ക്ലാസിഫിക്കേഷൻ നീഡ് ഓഫ് അഗ്രികൾച്ചറൽ ഫിനാൻസ് എന്ന രീതിയിലാണ് അതിൻ്റെ ക്ലാസിഫൈ ചെയ്യുന്നത്. നീഡ് എന്ന വേർഡ് ഇവിടെ വിട്ടുപോയതാണ്. നീഡ് ഓഫ് അഗ്രികൾച്ചറൽ ഫിനാൻസ് ആ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദ ബേസിസ് ഓഫ് നീഡ്, അത് ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഓൺ ദ ബേസിസ് ഓഫ് ടൈം, ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്. നീഡിൻ്റെ ബേസിൽ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോഴ്സ് ക്ലാസിഫിക്കേഷൻ വേറെ അത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, വീണ്ടും പറയാം. അഗ്രികൾച്ചറൽ ഫിനാൻസ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നീഡ്. ദർ ആർ 2 ക്ലാസിഫിക്കേഷൻ. വൺ ഈസ് time and another one is purpose. On the basis of time, ന് 3 ക്ലാസിഫിക്കേഷൻ ആണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ഈ ഏരിയയിൽ. ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം. ടേം ആയിട്ട് ഈ ലോണിൻ്റെ ടേമിൽ തന്നെയാണ് സൂചിപ്പിച്ചത്. ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം. ഇവിടെ ഇതിൽ വലിയ ഡൗട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഡൗട്ട് ഉണ്ടാവുന്ന ഏരിയ ഷോർട്ട് ടേമിൻ്റെ കാലയളവ് എത്രയാണ്, ഡ്യൂറേഷൻ. മീഡിയം ടേമിൻ്റെ ഡ്യൂറേഷൻ. അതിൽ ഷോർട്ട് ടേമിൻ്റെ ഡ്യൂറേഷനും ഓരോൻ്റെ ഡ്യൂറേഷനുകളും അത് എന്താണ് പർപ്പസ്. ലോങ് ടേം ആവശ്യത്തിന് എടുക്കുന്നത് ആവില്ലല്ലോ ഷോർട്ട് ടേമിന് എടുക്കാറ്. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് സീഡ് അല്ലെങ്കിൽ ഫെർട്ടിലൈസർ, ആ രീതിയിൽ കൃഷിക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഷോർട്ട് ടേമിന് എടുക്കുക. എന്ന് പറഞ്ഞാൽ അപ് ടു 15 മന്താണ് ഷോർട്ട് ടേം കൊണ്ട് ഉദ്ദേശിച്ചത്. ആ ടേം കൊണ്ട് ഉദ്ദേശിച്ചത് അപ് ടു 15 മന്ത്സ്, 15 മാസം എന്ന് പറയുമ്പോൾ കർഷകർക്ക് ഇപ്പോൾ ലേബർ വേജ് അല്ലെങ്കിൽ വേജസ് കൊടുക്കുക. ലേബർ വേജ്, അല്ലെങ്കിൽ ഫെർട്ടിലൈസർ, ബൈങ് ഓഫ് ഫെർട്ടിലൈസർ, അല്ലെങ്കിൽ സീഡ്സ്. അതുപോലെ കൃഷിക്ക് ആവശ്യമുള്ള ഇപ്പോൾ ചെറിയ അനിമൽസ് ആണെങ്കിൽ ലൈഫ് സ്റ്റോക്സ്, ഇതൊക്കെ പർച്ചേസ് ചെയ്യേണ്ടതൊക്കെ ഒരു ഷോർട്ട് ടേം ലോണാണ് അതൊക്കെ. അപ്പോൾ ആ ക്ലാസിഫിക്കേഷനാണ് ഷോർട്ട് ടേം എന്ന അപ് ടു 15 മന്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഫാർമേഴ്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റികളെ അതല്ലെങ്കിൽ മണി ലെൻഡേഴ്സിനൊക്കെയാണ് ഇത്തരം ഷോർട്ട് ടൈം അഗ്രികൾച്ചർ ഫിനാൻസിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാറുമുള്ളത്. ഇപ്പോൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ അതിൽ മീഡിയം ടേം ആണ്. മീഡിയം ടേം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഷോർട്ട് എന്ന് കുറച്ചും കൂടി എക്സ്പെൻസീവായ കാര്യങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സ്, കാറ്റിൽ, ബിൽഡിംഗ്, റിപ്പയർ വർക്ക്സ്, അല്ലെങ്കിൽ കിണർ പോലുള്ള അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനോ അതല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനോ ഒക്കെയുള്ള എക്സ്പെൻസുകൾ. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 15 മന്ത് ടു 5 ഇയർ ആണ്. 15 മാസം മുതൽ 5 വർഷം വരെയുള്ള ഡ്യൂറേഷനാണ് മീഡിയം ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഇതിന് കൊമേഴ്സ്യൽ ബാങ്കിനായിരിക്കും, അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിനെ അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ്, ഈ ടീമിനായിരിക്കും മീഡിയം ടേമിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുക ഫാർമേഴ്സ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് നീഡിൽ ടൈമിൽ ലോങ് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോർ ദാൻ 5 ഇയേഴ്സ് ആണ്. നേരത്തെ 5 ഇയേഴ്സ് വരെ എന്നാണ് മീഡിയം ടേമിൽ പറഞ്ഞതെങ്കിൽ ഇവിടെ മോർ ദാൻ 5 ഇയേഴ്സ് എന്ന ലോങ് ടേം നീഡുകളായ അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവായ, ഇപ്പോൾ ന്യൂ ലാൻഡ്, പുതിയൊരു സ്ഥലം പർച്ചേസ് ചെയ്യുക കൃഷി ആവശ്യത്തിന്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും എക്സ്പെൻസീവായ, ട്രാക്ടേഴ്സ് പോലുള്ള, അതുപോലെ എന്തെങ്കിലും ട്രക്ക് പോലുള്ള അസറ്റുകൾ വാങ്ങുക. ഇതൊക്കെ ലോങ് ടേം ലോൺസ്. ഇതിനൊക്കെ ലോങ് ടേം ലോൺസ് ആയിരിക്കും ആവശ്യം വരിക. റിക്വേർഡ് ലോങ് ടേം ലോൺസ്.
ഇതിൻ്റെ ഡ്യൂറേഷൻ ഓർത്ത് വെക്കുക 5 ഇയേഴ്സ്, എബവ് 5 ഇയേഴ്സ്, മോർ ദാൻ 5 ഇയേഴ്സ് ആണ്. 5 വർഷത്തേക്കാൾ കൂടുതലുള്ള ഡ്യൂറേഷനാണ് ലോങ് ടേം ഉള്ള ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഇത്തരം ആവശ്യത്തിന് ഇവർ ഡിപ്പെൻഡ് ചെയ്യുക കൊമേഴ്സ്യൽ ബാങ്കിനെയോ അതല്ലെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് PCARDBS, അതുപോലെ പിന്നെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ട്, പണ്ടത്തെ മൊർട്ടഗേജ് ബാങ്ക്, അത്തരം ലോങ് ടേം ലോൺ പ്രൊവൈഡിന് ഇത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കും ലോങ് ടേം ലോണിന് ഡിപ്പെൻഡ് ചെയ്യുക. ഇതാണ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം, ഷോർട്ട് ടൈം, മീഡിയം ടൈം, ലോങ് ടൈം. ഓരോന്നിനും ഡ്യൂറേഷൻ ഓർത്ത് വെക്കുക, പർപ്പസ് ഓർത്ത് വെക്കുക. കാരണം എന്തായിരിക്കും ആ ലോങ് ടൈമിലാണെങ്കിൽ ആ നീഡാവില്ല, ഷോർട്ട് ടൈമിൽ ഉണ്ടാവുക. ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓർമ്മ വേണം. അടുത്തതിലേക്ക് പോവാണ്. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് നീഡ് ഓഫ് ദ ഫാമേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസ് ഓഫ് പർപ്പസ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ നീഡിൻ്റെ ബേസിൽ പർപ്പസ് ഉണ്ട്, ടൈം ഉണ്ട്. ടൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ 3 പറഞ്ഞ ശേഷം പറയാണ് പർപ്പസ്. എന്തെല്ലാം പർപ്പസ് ആയിരിക്കാം അഗ്രികൾച്ചറൽ ലോൺ ഉണ്ടാവുക? പ്രൊഡക്റ്റീവ്, കൺസംഷൻ നീഡ് ആൻഡ് അൺപ്രൊഡക്റ്റീവ്. ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ കൺസംഷൻ അല്ലെങ്കിൽ അൺപ്രൊഡക്റ്റീവ് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്? പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ തികച്ചും എക്സാക്ട്ലി വാട്ട് ദ വേർഡ് ഇൻഡിക്കേറ്റ്. പ്രൊഡക്റ്റീവായിട്ട് ഇപ്പോൾ ശരി, ഇവിടെ പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ലോൺ ആകുമ്പോൾ കൃഷി ആവശ്യത്തിനുള്ള എന്തും പ്രൊഡക്റ്റീവാണ്. അദ്ദേഹത്തിന് വീട് ആവശ്യത്തിനുള്ളതല്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിനല്ലാത്ത കൃഷി ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും പ്രൊഡക്റ്റീവാണ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫെർട്ടിലൈസർ വാങ്ങുകയാണെങ്കിൽ, സീഡ്സിൻ്റെ കേസാണെങ്കിൽ, അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സിൻ്റെ കേസാണെങ്കിൽ, ലാൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്, ലാൻഡ് ഡെവലപ്മെൻറ്റ്, വേജസ്, കൃഷി ആവശ്യത്തിന് വേണ്ടിയുള്ള ഇത്തരം എല്ലാ ആവശ്യങ്ങളും പ്രൊഡക്റ്റീവാണ്, തികച്ചും പ്രൊഡക്റ്റീവാണ്. അപ്പോൾ അത്തരം എന്താ പറയുക പർപ്പസുകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരിക, പ്രൊഡക്റ്റീവിൻ്റെ കേസിൽ വരിക. ഇത്തരം ആവശ്യത്തിനും ഫാർമേഴ്സ് ഡിപ്പെൻഡ് ചെയ്യാൽ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് ഏജൻസികൾ തന്നെ ആയിരിക്കും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഏജൻസികൾ തന്നെ ആയിരിക്കാം. ഏതായാലും ഇവിടുത്തെ പർപ്പസ് ഓർത്ത് വെക്കുക. പർപ്പസ് തികച്ചും പ്രൊഡക്റ്റീവായ ഒരു കാറ്റഗറിയാണ് ഫസ്റ്റത്തത്. രണ്ടാമത്തെ കാറ്റഗറി കൺസംഷൻ നീഡ്സ് ആണ്. എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പ്രൊഡക്റ്റീവ് അല്ല, പക്ഷെ എന്താണ്, കൺസംഷനാണ്. അവരെ ജീവിത ചിലവുകളൊക്കെ ഉണ്ടാവും, ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത ചിലവുകൾ, നോൺ പ്രൊഡക്റ്റീവ് എക്സ്പെൻസ്. ഇപ്പോൾ മാരേജ് വരികയാണെങ്കിൽ, ഫാമിലിയിൽ എന്തെങ്കിലും സെലിബ്രേഷൻസ് വരികയാണെങ്കിൽ, അങ്ങനെയുള്ള എക്സ്പെൻസ് ഒന്നും ഫസ്റ്റ് കാറ്റഗറിയിൽ പ്രൊഡക്റ്റീവ് വരുത്താൻ പറ്റില്ല. അതൊക്കെ കൺസംഷനാണ്, കൺസംഷൻ നീഡ്സ് ആണ്. അങ്ങനെ ഒരുപാട് കൺസംഷൻ നീഡ്സ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത്തരം കൺസംഷൻ നീഡ്സ് മറ്റൊരു കാറ്റഗറിയാണ് പർപ്പസിലെ. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്താ ചോദിച്ചാൽ, കൺസംഷൻ നീഡ്സ് ഒന്നും ഫാമേഴ്സിന് ആരും ലോൺ കൊടുക്കില്ല. ഇന്ന് മാരേജിനും സെലിബ്രേഷനൊക്കെ ലോൺ കൊടുക്കും കൊമേഴ്സ്യൽ ബാങ്ക്, ശരിയൊക്കെ തന്നെയാണ്. നമ്മൾ പറയുന്ന ഏരിയ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആണ്. അഗ്രികൾച്ചർ ക്രെഡിറ്റിൽ ഇതുപോലെ ബാങ്കുകളിൽ ഇത്തരം ആളുകൾക്ക് ലോൺ കൊടുക്കണമെന്നില്ല, പക്ഷെ അവർക്ക് ലോൺ കിട്ടും. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ഉണ്ടാവും, അൺഓർഗനൈസ്ഡ് ടീമൊക്കെ ഉണ്ടാവും, അതിലേക്ക് നമുക്ക് വരുന്നുണ്ട്. അത്തരം ഏരിയയിൽ നിന്ന് വലിയ പലിശക്കോ ഇൻട്രസ്റ്റിനൊക്കെ ലോൺ കണ്ടെത്തേണ്ടി വരും. അതൊരു ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ കൺസംഷൻ നീഡ് കഴിഞ്ഞാൽ അൺപ്രൊഡക്റ്റീവ് ആണ്. അപ്പോൾ ആദ്യത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അൺപ്രൊഡക്റ്റീവ് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് നോൺ പ്രൊഡക്റ്റീവ് എക്സ്പെൻസ് ആണ്. നോൺ പ്രൊഡക്റ്റീവ് എക്സ്പെൻസിൽ എന്താ പറയുക, നേരത്തെ പറഞ്ഞ സെലിബ്രേഷൻ, മാരേജ് ഒക്കെ അൺപ്രൊഡക്റ്റീവിലാണ് വരിക. പക്ഷേ കൺസംഷനിൽ വരിക തികച്ചും കൺസംഷൻസ്, ഒരു സാധാ ഡേ ടു ഡേ എക്സ്പെൻസുകളാണ് കൺസംഷൻ വരിക. ഒരു മാറിപ്പോയിട്ടുണ്ട്. അൺപ്രൊഡക്റ്റീവാണ് തികച്ചും മാരേജ്, സെലിബ്രേഷനൊക്കെ ആയിട്ട് വരിക. എന്തായാലും ഇത്തരം 3 ക്ലാസിഫിക്കേഷന് ഒറ്റ പോയിന്റ് പറയാനാണ് ചെയ്തത്. അതായത് കൺസംഷൻ നീഡ്സിനും പ്രൊഡക്റ്റീവിനും പൊതുവെ കർഷകർക്ക് ലോണ് കിട്ടില്ല, അല്ലെങ്കിൽ അതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് നിന്ന്, ഒരു ഓർഗനൈസ് സെറ്റപ്പ് നിന്ന് ഇവർക്ക് സപ്പോർട്ട് കിട്ടാറില്ല. പക്ഷെ കിട്ടും, പക്ഷെ അതെന്തായിരിക്കും, ഇൻഡിജീനിയസ് എന്ന രീതിയിൽ വട്ടിപ്പലിശ അല്ലെങ്കിൽ വലിയ ബ്ലേഡ് പലിശ ആ രീതിയിലായിരിക്കും സോഴ്സ് കിട്ടുക. ഇത്രയാണ് ഒരു ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നീഡ്. അത് പർപ്പസ് ആവാം, ടൈം ആവാം. അതിൽ ടൈമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. ലോങ് ടൈം, ഷോർട്ട് ടൈം, മീഡിയം ടൈം എന്ന ടൈം. ഓക്കെ,
നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാണ് സോഴ്സ് ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ്. സോഴ്സ് ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് നമുക്ക് മെയിനായിട്ട് പിക്ചറിൽ കാണുന്ന പോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ഉണ്ട്. അഗ്രികൾച്ചർ ക്രെഡിറ്റിന് മറ്റൊരു സോഴ്സാണ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ്. എന്തെല്ലാമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് എന്ന് പറഞ്ഞത് ഒന്ന് ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ് അഗ്രികൾച്ചർ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഒരുപാട് സ്കീമുകളുണ്ട്, ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമൊക്കെ ഇന്നലെ പറഞ്ഞതൊക്കെ ഇതിൽ വരുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അത് ഇത് ഒരുപാട് പറയുന്നില്ല. മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് സോഴ്സ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റിനെ കുറിച്ച് ഒരുപാടൊന്നും പറയണ്ട, കാരണം ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകളായിരിക്കും വീഡിയോ കേൾക്കുന്നുണ്ടാവുക. ആ കോപ്പറേറ്റീവ് ക്രെഡിറ്റിൻ്റെ അതിൻ്റെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന DCCB, അല്ലെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അന്നിങ്ങനെ ഒരുപാട് ലെവലുകളായിട്ട് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ഒക്കെ ആയിട്ട് കൊടുക്കാവുന്ന ഒരുപാട് സെറ്റപ്പുകൾ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളായിട്ട് തന്നെ ഉണ്ട്. പ്രത്യേകിച്ചും ലോങ് ടേമിനൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഒക്കെ ഉണ്ട്. അതിൽ വരുന്ന മൂന്നാമത്തെ ഒരു ടൈപ്പാണ് കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഷോർട്ട് ടേം, മീഡിയം ടേം ലോണ് അഗ്രികൾച്ചറിന് കൊടുക്കുന്ന മറ്റൊരു സോഴ്സാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ. വേറൊന്ന് RRB ആണ്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട്. റീജിയണൽ റൂറൽ ബാങ്ക്സും ഷോർട്ട് ടൈം, മീഡിയം ടേം കൊടുക്കുന്ന മറ്റൊരു സോഴ്സാണ്. ഏറ്റവും അവസാനം വരുന്നു മൈക്രോ ഫിനാൻസ്. മൈക്രോ ഫിനാൻസിൻ്റെ ഒരു സൈഡായിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഏതായാലും മൈക്രോ ഫിനാൻസ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, SHGs, അല്ലെങ്കിൽ NGOs ആയിട്ട്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, NGOs ഒക്കെ ഒരുപാട്, അങ്ങനെ ഒരുപാട് ഏറ്റവും ചെറിയ രീതിയിൽ, ചെറുകിട രീതിയിൽ മൈക്രോ ഫിനാൻസ് കൊടുക്കുന്ന സോഴ്സുകളും ഇതൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സാണ്. ഓർഗനൈസ്ഡ് സെറ്റപ്പിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സാണ് ഈ പറഞ്ഞതെല്ലാം. വേറൊരു കാറ്റഗറി ഇതിൽ തന്നെ വരുന്നുണ്ട് സോഴ്സിൽ, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ മണി ലെൻഡേഴ്സ് അല്ലേ, പണ്ട് കാലത്ത് നാട്ടിലുള്ള മണി ലെൻഡേഴ്സ്, ഒരു ഓർഗനൈസ്ഡ് സെറ്റപ്പ് അല്ല, ബാങ്ക് സെറ്റപ്പ് അല്ല, ആ രീതിയിലുള്ള മണി ലെൻഡേഴ്സ്. പിന്നെ റിലേറ്റീവ്സ്, ഫാമിലി അതേപോലുള്ള ഏരിയയിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ എന്ത് ചെയ്യാം, ഫണ്ട് റൈസ് ചെയ്യാം ലോൺ രീതിയിലൊക്കെ. ഒരു നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലാൻഡ് ലോഡ്സ് ആണ്. ലാൻഡ് ലോഡിൽ നിന്നും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫണ്ട് റൈസ് ചെയ്യാം. ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. പിന്നെ മറ്റൊന്ന് ഈ രീതിയിൽ എന്ത് ചെയ്യുക, അൺഒഫീഷ്യലായ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സും എന്തിനുണ്ട്, അഗ്രികൾച്ചറിനുണ്ട്. ഇവിടെ ഓർക്കേണ്ട ക്വസ്റ്റ്യൻ വരൽ എങ്ങനെയായിരിക്കും, ഒരു ഗ്രൂപ്പ് തരും, അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സോഴ്സ് മാത്രമേ ഉണ്ടാവുക, അതിൽ പെടാത്ത ഒരു നോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് സോഴ്സ് വന്നിട്ട് അത് കണ്ടെത്തേണ്ടി വരും. അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടി വരും എന്തെല്ലാമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സോഴ്സ്, അതല്ലെങ്കിൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ്. അവരെ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ടേംസ് ഓഫ് അഗ്രികൾച്ചർ ലോൺസ് ഇൻ ഇന്ത്യ, ദ ഷോർട്ട് ടേം ക്രെഡിറ്റ് റെഫേഴ്സ് ടു ദി ലോൺസ് മെയ്ഡ് ഫോർ എ പീരിയഡ് ലെസ് ദാൻ. ഷോർട്ട് ടേം ക്രെഡിറ്റ് അതിൻ്റെ പീരിയഡ് എത്ര ആയിരിക്കും, ലെസ് ദാൻ 1 year, 15 months, 18 months, 24 months. എനിക്ക് ആൻസർ ഇത് വീഡിയോ ശ്രദ്ധിച്ച് കേട്ടവർക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ കൂടിയാണ്. അതിൻ്റെ ആൻസർ വേറൊന്നുമല്ല, 15 months ബിലോ ആണ് ഷോർട്ട് ടേം. ബിറ്റ്വീൻ 15 months to 5 year ആണ് മീഡിയം ടേം. എബോവ് 5 year, മോർ ദാൻ 5 year ഈസ് ലോങ് ടേം ആണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതന്നെ ഈ പറഞ്ഞ ഏരിയയിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഓർക്കേണ്ടതായിട്ടുള്ളതൊന്നും, മറ്റൊന്നും ജസ്റ്റ് ഒന്ന് വായിക്കുക അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്താൽ ഓർമ്മ ഉണ്ടാവുന്നതാണ്. നമ്മൾ പറഞ്ഞു വന്നത് ബാങ്കിങ് സിലബസിലെ 8th മൊഡ്യൂളിലെ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് എന്ന മൊഡ്യൂളിലെ ഫസ്റ്റത്തെ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം എന്നായിരുന്നു. ഇനി അതിൽ ബാക്കിയുള്ളത് ക്രോപ്പ് ലോൺ ആണ്. പിന്നെ അത് അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ്. ഇതിനൊക്കെ ഒബ്ജക്റ്റീവ് പർപ്പസ്, എലിജിബിലിറ്റി ഫീച്ചേഴ്സ്, ഇത്തരം കാറ്റഗറി കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിന് വളരെ വ്യക്തമായിട്ട് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. 100% ഷുവറായത് മാത്രമേ റിപ്ലൈ ചെയ്യുള്ളൂ. റിപ്ലൈ ചെയ്യാത്ത ആൻസറുകൾ അറിയുന്നവർക്ക് റിപ്ലൈ ചെയ്യുകയും ചെയ്യാം. ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. തെറ്റുകളുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാം. അത്തരം കമൻറ്റുകൾ ഞാൻ മുകളിൽ തന്നെ പിൻ ചെയ്ത് വെക്കാറുണ്ട്, ആർക്ക് വന്നാലും പെട്ടെന്ന് കാണത്തക്ക രീതിയിൽ.
നിങ്ങൾക്ക് വേണ്ട വിഷയങ്ങൾ സജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. എല്ലാ വിഷയവും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിൽ സമയമില്ലാത്തതും മാത്രമല്ല, ചെയ്യുന്ന ഏരിയയിലെ വിഷയങ്ങളാണെങ്കിൽ കൂടുതൽ നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും പ്രയോറിറ്റി ബേസിൽ നമുക്ക് അത്തരം വിഷയങ്ങൾ ചെയ്യുകയും ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.